മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാഗവതത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിലും യൂട്യൂബിലും പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഭാഗവതത്തിൽ 385 അധ്യായങ്ങൾ 12 സ്കന്ധങ്ങളിലൂടെ ഏതാണ്ട് മുഴുവനും വിവരിച്ച് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് വിവരിച്ചു കൊടുത്തു. പാണ്ഡവകുലത്തിൽ ജനിച്ച അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത് മഹാരാജാവ്. പരീക്ഷണങ്ങളിലൂടെ വന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷിത് മഹാരാജാവ് എന്ന പേരുണ്ടായത്. ഈ ഭാഗവതം മുഴുവനും ശ്രീശുക ബ്രഹ്മർഷിയിലൂടെ നേരിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് കരച്ചിൽ വന്നു. സത്യത്തിൽ കരച്ചിൽ വരേണ്ട ആവശ്യമുണ്ട് അവിടെ. കാരണം ഇത്രയും വിവരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് ഏതാണ്ട് അന്ത്യം വരെ എത്തി. 7 ദിവസം കഴിഞ്ഞു. 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുമെന്നാണ് ശാപം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ സമയത്ത് തൻ്റെ ജീവിതം അവസാനിക്കുകയാണല്ലോ എന്ന ദുഃഖവും ഈ ഭാഗവതത്തിൽ കേട്ട വളരെയധികം വീരശൂര പരാക്രമികളായ രാജാക്കന്മാരുടെ കഥകളാണ്. ഒരുപക്ഷെ കുറച്ച് ചരിത്രത്തിൻ്റെ അംശവും അതിനകത്തുണ്ടായിരിക്കാം. ആ കഥകൾ മുഴുവനും എക്സാജറേറ്റഡ് ആണ്. ചരിത്രമല്ല എന്ന് വായിക്കുന്നവരെ ബോധ്യപ്പെടുത്താനാണ് എക്സാജറേഷൻ കൊടുക്കുക, അതിശയോക്തി കലർത്തുക. ആ രാജാക്കന്മാരെ പോലെ തനിക്ക് ഇനി രാജ്യം ഭരിക്കാൻ സമയവും അവസരവും ഇല്ലല്ലോ എന്നെല്ലാം പെട്ടെന്ന് ചിന്തിച്ചിട്ടാണ് വീരശൂര പരാക്രമിയായ പരീക്ഷിത് മഹാരാജാവ് കരഞ്ഞത്. ശ്രീശുക ബ്രഹ്മർഷി ചോദിച്ചു, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിന്നെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നീ ഇപ്പൊ കരയുന്നത് എന്തിനാണ്? പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് തന്നെ, ഇനി എൻ്റെ ജീവിതം അവസാനിക്കുകയാണല്ലോ. ഈ ധന്യരായ മഹാത്മാക്കളെ പോലെ ജീവിക്കാൻ ഇനി എനിക്ക് സമയമില്ലല്ലോ എന്ന് ഓർത്തിട്ടാ കരഞ്ഞത്. അപ്പൊ പരീക്ഷിത്ത് പറഞ്ഞൊരു നല്ല ശ്ലോകം മഹാഭാഗവതത്തിലുണ്ട്. കഥായിമാസ്തേ കഥിതാമഹീയസ. മഹാന്മാര് എന്ന് തോന്നുന്നവർ, മഹാന്മാരുടേതായിട്ടുള്ള കഥകൾ നിനക്കായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. കഥകൾ ഞാൻ നിനക്കായിക്കൊണ്ട്, കഥ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കഥായിമാസ്തേ കഥിതാമഹീയസ വിദായ ലോകേഷു യശപ്പരേയുഷ. ഈ ഭൂമിയിൽ ജീവിച്ചപ്പോഴും ജീവിതം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴും യശസ് നിലനിർത്തിയവരുടെ കഥകളാണ് ഞാൻ പറഞ്ഞത്. കഥകൾ, ചരിത്രമല്ല, കഥകളാണ് പറഞ്ഞത്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഈ കഥകൾ നിന്റെ അടുത്ത് പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് ജീവിതത്തെ സയന്റിഫിക് ടെമ്പർ ഉപയോഗിച്ച്, ശാസ്ത്രവീക്ഷണം ഉപയോഗിച്ച് ജീവിതത്തെ വിലയിരുത്തി ജീവിക്കണം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷേണ യജ്ഞാനം വർത്തതേ തദ് വിജ്ഞാനം. സയന്റിഫിക് ടെമ്പറോടുകൂടി ജീവിതത്തെ വിലയിരുത്തി ജീവിക്കണം. വൈരാഗ്യത്തോടുകൂടി ജീവിക്കണം. വൈരാഗ്യം എന്ന് പറയുന്ന മലയാളത്തിലെ അർത്ഥമല്ല സംസ്കൃതത്തിലും മലയാളത്തിലും ഉണ്ടായിരിക്കേണ്ട അർത്ഥം ഒന്ന് തന്നെ ആയിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ വൈരാഗ്യം എന്നുള്ളത് നെഗറ്റീവ് വാക്കായിട്ടാണ് മലയാളത്തിൽ ഉപയോഗിക്കുക. വാശിയും വൈരാഗ്യവും വെടിഞ്ഞ് ജീവിക്കണം എന്നാണ് മലയാളത്തിൽ പറയുക. അവിടുത്തെ വൈരാഗ്യം പക എന്നുള്ളതാണ്. സംസ്കൃതത്തിലെ വൈരാഗ്യത്തിൻ്റെ അർത്ഥം രാഗമില്ലാത്ത അവസ്ഥ, രാഗം ബോണ്ടേജ്, ബന്ധനമില്ലാത്ത അവസ്ഥ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ബന്ധനമില്ലാത്ത, രാഗമില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് ആണ് ബന്ധനമില്ലാത്ത അവസ്ഥ. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. ഈ പുരാണ കഥകളൊക്കെ കേൾക്കുന്നത് എന്തിനറിയാമോ? സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ശാസ്ത്രബോധം ഉണ്ടാവണം, ജീവിതത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള വീക്ഷണം ഉണ്ടാവണം, ജീവിതത്തെ വിലയിരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. നമ്മളിവിടെ പെർമനൻ്റ് അല്ല എന്ന ബോധം ഉണ്ടാവണം. ഈ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല എന്നറിയണം. നമ്മളുടെ ശരീരം പോലും നമ്മൾ കൊണ്ടുപോവില്ല എന്നറിയണം. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മരണം വരാം എന്നറിയണം. ജീവിതത്തിൽ പോസിറ്റീവുകളുടെയും നെഗറ്റീവുകളുടെയും ആകത്തുകയാണ് ജീവിതം എന്നറിയണം. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, ശത്രുക്കളുണ്ടെങ്കിൽ മിത്രങ്ങളുണ്ട്, നല്ലത് പറയുന്നവരുണ്ടെങ്കിൽ ചീത്ത പറയുന്നവരുണ്ട്, ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട്, ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ട്, ചിരിയുണ്ടെങ്കിൽ കരച്ചിലുണ്ട്, വരവുണ്ടെങ്കിൽ പോക്കുണ്ട്. ഇതെല്ലാം കൂടിയതാണ് ജീവിതം എന്ന് തിരിച്ചറിയുന്നതാണ്
ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രവീക്ഷണം. ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രവീക്ഷണം എന്ന് പറയുന്നത് അതാണ്. പിന്നെ വൈരാഗ്യം. ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലും ബന്ധനം ഉണ്ടാവാം. ബന്ധം എന്ന് പറഞ്ഞാലും ബന്ധനം എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം അറിയോ? 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ലോണം പഠിച്ചിട്ട് ഒരു കുട്ടി എഴുതി 10 റാങ്കിൻ്റെ ഉള്ളിൽ കിട്ടും എന്ന് ആ കുട്ടി ഉറപ്പിച്ച് വിശ്വസിച്ചു. 10 റാങ്കിൻ്റെ ഉള്ളിൽ കിട്ടുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു. അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നും അല്ലെങ്കിൽ 3 റാങ്കിൻ്റെ ഉള്ളിൽ വരുമെന്നും വിശ്വസിച്ചു എന്ന് വിചാരിക്കാം. ആ 3 റാങ്കിൻ്റെയോ 10 റാങ്കിൻ്റെയോ ഉള്ളിൽ ആ കുട്ടി വന്നില്ല. ആ കുട്ടിക്ക് നല്ല ദുഃഖം തോന്നി. ആ ദുഃഖം തോന്നുന്നതാണ് അറ്റാച്ച്മെന്റ്. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് റാങ്ക് കിട്ടിയില്ല എന്ന് പറയുന്നതാണ് ബന്ധനം. അതായത് ബന്ധനം എന്ന് പറയുമ്പോൾ എനിക്ക് റാങ്ക് കിട്ടാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപകടകരമായ അവസ്ഥയിലേക്ക് ചെന്ന് ചാടുന്നതാണ് ബന്ധനം. അല്പമൊക്കെ ദുഃഖം ഉണ്ടാവും, അത് ബന്ധം. അപ്പൊ അറ്റാച്ച്മെന്റ് ബന്ധവും ബോണ്ടേജ് ബന്ധനവുമാണ്. ബന്ധനമാണ് ഉണ്ടാവാൻ പാടില്ലാത്തത്. അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഉണ്ടാവുകയും വേണം. ഇപ്പൊ സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, അതേപോലെ ബന്ധനം ഉണ്ടാവാൻ പാടില്ല. വചോ വിഭൂതിർന്നത് പാരമാർത്ഥ്യം. ഈ വരികൾ ഭാഗവതത്തിലൂടെ പറയുന്നത് ചരിത്രപരമായ പരമാർത്ഥമാണ് എന്ന് ധരിക്കേണ്ടതില്ല. ഇതാരാ പറഞ്ഞത്? ഭാഗവതം എഴുതിയ വ്യക്തി തന്നെയാണ് പറഞ്ഞത്. ചരിത്രപരമായിട്ടുള്ള വസ്തുതകളാണെന്ന് വിവരിക്കേണ്ട കാര്യമില്ല. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്നലെ ഞാൻ പാപ്പനങ്കോട് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയി. ചെങ്കോട്ട് കോണം സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ആരാധ്യനായ ശിഷ്യൻ അവിടെ ദേവി ഭാഗവതം 9 ദിവസം വായിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ കുറെ കേട്ടതിൽ എനിക്ക് അറപ്പ് തോന്നി. സത്യത്തിൽ ഒരാചാര്യന്റെ വരി അദ്ദേഹം പറഞ്ഞു, വെളുത്ത വാവിൻ്റെ എന്ന് പല്ല് തേക്കരുതെന്ന് വേദവ്യാസം പറഞ്ഞിട്ടുണ്ട്. തെക്കോട്ട് തിരിഞ്ഞ് മൂത്രമൊഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വടക്കോട്ട് തിരിഞ്ഞ് ഊണ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാട്ട് തിരിഞ്ഞ് കൈ കഴുകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ദേവി ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് എന്താ അർത്ഥം? ഇങ്ങനെ അതിവിചിത്രമായിട്ടുള്ള കുറേ വിവരങ്ങൾ ആ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ആൾക്കാരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന രീതിയിൽ പറയുകയും എന്നിട്ട് ഇതൊന്നും ജീവിതത്തിൽ പകർത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ദേവി ഭാഗവതം കേൾക്കുന്നത് എന്ന് പറയുകയും ചെയ്യാം. പല്ല് തേക്കരുത്, നാക്ക് വടിക്കരുത്, തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഊണ് കഴിക്കരുത്, കിഴക്കോട്ട് നോക്കി മൂത്രമൊഴിക്കരുത്, ഇങ്ങനെയുള്ള അതിവിചിത്രങ്ങളായ കാര്യങ്ങൾ വേദവ്യാസൻ ദേവി ഭാഗവതത്തിൽ പറഞ്ഞു എന്ന് പറയാം. ദേവി ഭാഗവതത്തിലെ കഥകൾ മുഴുവനും അതിശയോക്തി ചേർന്നതാണ്. അതിശയോക്തി എന്ന് പറഞ്ഞാൽ എക്സാജറേഷന്റെ പരമകാഷ്ഠയാണ്. അത്രയും അതിശയോക്തിയും എക്സാജറേഷനും ദേവി ഭാഗവതത്തിൽ പറയാൻ കാരണം തന്നെ അത് ചരിത്ര വസ്തുതകളല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അത് കഥ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ്. എന്നിട്ട് ചില ആചാര്യന്മാര്, ഞാൻ ആ പേര് പറയുന്നില്ല, പറഞ്ഞാൽ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് മാത്രം ആലോചിച്ചിട്ടാണ്. എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. പലരും ഭാഗവതവും ദേവി ഭാഗവതവും വായിക്കുന്നത് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പറ്റിയ രീതിയിലേ അല്ല വായിക്കുന്നത് എന്ന് മനസ്സിലാകുമെങ്കിലും ഇത്രയും തറ രീതിയിൽ ഒരു ആചാര്യൻ പറയുന്നത് കേട്ടപ്പോൾ അറപ്പ് തോന്നി. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇനി 100 കണക്കിന് സദസ്സുകളിൽ 100 കണക്കിന് വ്യക്തികൾ ഈ പുരാണങ്ങളുടെ കഥകളെ കുറിച്ച് സത്യം, ധർമ്മം, നീതി, ന്യായം സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി വിവരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ പോലും ഇതേമാതിരിയുള്ള ആചാര്യന്മാർ ഉണ്ടാക്കി വെക്കുന്ന അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും 21ാം നൂറ്റാണ്ടിന് ഒരു കാരണവശാലും ചേരാത്തത്, ഇതൊക്കെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാ മാറ്റുക എന്നുള്ളൊരു ഭയമായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഭാഗ്യം, വളരെയധികം ആൾക്കാർ ഇത് കേൾക്കാൻ വരുന്നില്ല എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനി അഥവാ കേട്ടാൽ പോലും ആരും തലയിൽ വെക്കുന്നില്ല എന്നുള്ള ഒരു സന്തോഷം തോന്നി. അല്ലെങ്കിൽ സമാധാനം, സന്തോഷമല്ല സമാധാനം. കാരണം ഇദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനിവിടെ ദേവി ഭാഗവതം വായിക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നു, അതിൻ്റെ ആവർത്തനം ഇന്ന
വെളുത്ത വാവാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ വെളുത്ത വാവായിരുന്നു. ഇന്ന് പല്ല് തേച്ചവരെത്ര പേരുണ്ട്? പല്ല് തേക്കാത്തവരെത്ര പേരുണ്ട്? കൈ ഉയർത്തുക. പല്ല് തേച്ചവരെത്ര പേരുണ്ട്? കൈ ഉയർത്തുക. ആരും പല്ല് തേക്കാത്തവരായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പല്ല് തേച്ചവരായിരുന്നു. അതനുസരിച്ചിട്ട് കൈ ഉയർത്തലും താഴ്ത്തലുമാണ് അവർ ചെയ്തിരുന്നത്. അതൊരു ഭാഗ്യമായി. ഇങ്ങനെ പറയുന്നത് ഇവരനുസരിക്കുന്നില്ലല്ലോ എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി. ഇനി തെക്കോട്ട് നോക്കിയിട്ട് ഊണ് കഴിക്കാത്തവർ, ഒരു ഹോട്ടലിൽ കയറിയിട്ട് കസേര തെക്കോട്ടായിട്ടിരിക്കുന്നതെങ്കിൽ പിന്നെ ആ കസേരയും ടേബിളും മാറ്റിയിരുത്തിട്ട് ഊണ് കഴിക്കാൻ പറ്റുമോ? ഇന്ന് വീട്ടിൽ ഡൈനിങ് ടേബിളിൽ 4 വശത്തും ആൾക്കാർ ഇരിക്കുന്ന ഡൈനിങ് ടേബിളിൽ ഒരു വശത്തുള്ളവർക്ക് എങ്ങനെയായാലും തെക്കോട്ട് നോക്കിയല്ലേ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ അവനവന്റെ വീട്ടിലും ബാക്കിയുള്ള വീട്ടിലും അല്ലെങ്കിൽ ഹോട്ടലിലും അല്ലെങ്കിൽ റോഡ് സൈഡിലോ എവിടെയെങ്കിലും പോയിട്ട്, റോഡ് സൈഡിൽ ന്യായീകരിക്കില്ല, പോയിട്ട് മൂത്രം ഒഴിക്കണമെങ്കിൽ കിഴക്കേത് തെക്കേത് പടിഞ്ഞാറ് ഏത് എന്നുള്ളത് രാത്രി എവിടെ നോക്കിയിട്ടാണ് നോക്കുക? അതൊക്കെ അന്വേഷിച്ചിട്ട് വേണോ മൂത്രം ഒഴിക്കാൻ, ടോയ്ലറ്റിലേക്ക് പോകാൻ? ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് ദേവസ്വം ബോർഡ് എന്തോ അവാർഡ് കൊടുക്കാൻ പോകുന്നു എന്നും അവിടെ ഉണ്ടായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻജി പറയുന്നത് കേട്ടപ്പോൾ അതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നി. ഒരാചാര്യനോടും എതിർപ്പോ അസൂയയോ അഹങ്കാരമോ ഇല്ല. ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താനാണെങ്കിൽ ദേവി ഭാഗവതത്തിൽ പറയാത്തത് ജീവിതത്തിൽ പകർത്തരുതല്ലോ. വീട്ടിനകത്ത് ഇലക്ട്രിസിറ്റി ഇല്ലേ, ഫാനില്ലേ, എയർ കണ്ടീഷണർ ഇല്ലേ, ഗ്യാസ് ഇല്ലേ, TV ഇല്ലേ, റേഡിയോ ഇല്ലേ? ഇതൊക്കെ ദേവി ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ദേവി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഷർട്ട് ഇട്ടുകൊണ്ട് പോവാന്ന്? ദേവി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ അണ്ടർവെയർ ഇട്ടുകൊണ്ട് പോവാന്ന്? ദേവി ഭാഗവതത്തിൽ പറയാത്തതെല്ലാം നമ്മൾ ചെയ്യാറില്ലേ? വണ്ടിയിലും ബസ്സിലും കാറിലും ട്രെയിനിലും ഫ്ലൈറ്റിലും പോകാന്ന് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എത്രയധികം അബദ്ധങ്ങളാണ് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ. ഇപ്പൊ ചിലപ്പോൾ തോന്നാറുണ്ട്, ഏതോ ജന്മത്തിലെ ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് ഇവരിൽ പലരും ഭാഗവതം വായിക്കുമ്പോൾ കേൾക്കാൻ ആൾക്കാരില്ലാത്തത്. അത് വലിയൊരു അനുഗ്രഹമാണ്. അഥവാ ഇനി കേൾക്കാനായിട്ട് ഇവർ വരികയാണെങ്കിലും ഇവർ ജീവിതത്തിൽ പകർത്താതിരിക്കാൻ കാരണം ഇതുമാതിരിയുള്ള മണ്ടത്തരം പറയുന്നതാണ് എന്നെനിക്ക് തോന്നി. ഞാൻ ഇത് ഒരു തരത്തിലും വാശിയും പകയും വെച്ച് പറയല്ല, അല്ലെങ്കിൽ വേദന കൊണ്ട് പറയാം. ഈ ദേവി ഭാഗവതം എന്ന കഥാപുസ്തകത്തില് പുരാണ കഥകൾ എന്നാണ് അതിന് പറയുന്നത് തന്നെ. ദേവി ഭാഗവത കഥ എന്നാ പറയുന്നത്. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത കഥായി മാസ്തേ കഥിതാമഹീയസ. ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തയത്തില് ആ കഥ എടുത്ത് ജീവിതത്തിൽ പകർത്തണോ, അല്ലെങ്കിൽ അതിന്റെ സന്ദേശം പകർത്തിയാൽ പോലെ ജീവിതത്തിലെ ഏത് കാര്യം ധർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം കഥാപുസ്തകം അനുസരിച്ച് ജീവിച്ചാൽ എങ്ങനെയാ സംഭവിക്കുക? ഏതായാലും അല്പം വികാരത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാതിരിക്കാൻ കാരണം അത് ധാർമ്മികതയ്ക്ക് എതിരാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രം. എന്നാലും ഒരു കാര്യം ഉറപ്പാ, പുരാണത്തിലെയോ മഹാഭാരതത്തിലെയോ അനുസരിച്ചിട്ടൊന്നും ജീവിക്കാൻ സാധിക്കില്ല. മഹാഭാരതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാഗാസ്ത്രവും വരുണാസ്ത്രവും ആഗ്നേയാസ്ത്രവുമാണ്. അതൊക്കെ ഇന്ത്യൻ പട്ടാളക്കാർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? പണ്ട് യുദ്ധത്തിന് ആനകളെ ഉപയോഗിച്ചിരുന്നത്, ഇപ്പൊ ആനകളെ ഉപയോഗിക്കാൻ പറ്റുമോ? പണ്ട് നടന്നിരുന്ന മാതിരിയാണോ ഇപ്പൊ നമ്മൾ നടക്കാം? പണ്ട് ജീവിച്ചിരുന്ന മാതിരിയാണോ ഇപ്പൊ ജീവിക്കാം? ക്രിസ്ത്യാനികൾ പോലും ബൈബിൾ അനുസരിച്ചിട്ടാണോ ജീവിക്കുക? മുസ്ലിങ്ങൾ പോലും ഖുർആൻ അനുസരിച്ചിട്ടാണോ ജീവിക്കുക? അതിലൊക്കെ അതിന് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് സമകാലീന പ്രസക്തമായിട്ടല്ലേ ജീവിക്കേണ്ടത്? പലപ്പോഴും ഭാഗവതവും സപ്താഹവും ഒക്കെ വായിക്കുന്നവരെ വിളിക്കുമ്പോൾ തന്നെ പറയുക, 21ാം നൂറ്റാണ്ടിൽ യോജിച്ച വിധത്തിൽ പറയണം, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട എന്ന് തന്നെ പറയണം. ശരിക്കും ദക്ഷിണ കൊടുത്തിട്ടാണ് ഇവരൊക്കെ കണക്ക് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവർ വരുന്നത്. അത് തെറ്റല്ല, കാരണം അവർക്ക് ഉപജീവന മാർഗം അതാണ്. തീർച്ചയായിട്ടും അവർക്ക് അർഹിച്ചത് കൊടുക്കണം, അവർ ചോദിച്ചത് കൊടുക്കണം, അതിനൊന്നും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജനങ്ങളെ പോലെ ജീവിക്കണം എന്നുള്ള രീതിയിൽ കുറെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ അത് ആരായാലും ശരിയാണ്. ഗോപാലകൃഷ്ണ ആയാലും ശരി, പള്ളിക്കൽ സുനിലായാലും ശരി, ഉദിച്ചൈതന്യ ആണെങ്കിലും ശരി, ആരായാലും ശരി, ഏത് ഗോപാലകൃഷ്ണ ആണെങ്കിലും ശരി, അതിശക്തമായിട്ട് എതിർക്കുക തന്നെ വേണം, അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുക തന്നെ വേണം, ഇഷ്യൂ ഉണ്ടാകാത്ത വിധത്തിൽ എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.